ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ച റിക്കവറി ഉണ്ടായെങ്കിലും മാർക്കറ്റ് ഇപ്പോഴും ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ ബിയോസിന് അനുകൂലമാണ്. 23,500 വരെ ഉയരാൻ ഇൻഡെക്സ് 23,000 നിലയ്ക്ക് മുകളിലേക്ക് എത്തി അവിടെ സ്ഥിരമായി നിൽക്കണം. അതുവരെ മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ തന്നെ മാറിമറിയാൻ സാധ്യതയുണ്ട്. അടുത്ത സപ്പോർട്ട് 22,500-ലും അതിന് താഴെ 22,200-ലുമാണ്. ഏപ്രിൽ 2-ന് ഗ്യാപ് ഡൗൺ ആയി ആരംഭിച്ച നിഫ്റ്റി 50 പിന്നീട് ശക്തമായി ഉയർന്ന നിലയിൽ ക്ലോസ് ചെയ്തു. വാല്യൂ ബൈയിങ്, ശക്തമായ രൂപ, IT ഓഹരികളുടെ നേട്ടം എന്നിവയാണ് ഇതിന് പിന്തുണയായത്. എന്നാൽ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും മൂലം മാർക്കറ്റിന്റെ കൂടുതൽ ഉയർച്ചയ്ക്ക് നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിക്കവറി ഉണ്ടായിട്ടും ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ ഇപ്പോഴും ബിയോസിനെയാണ് അനുകൂലിക്കുന്നത്. ശക്തമായ ബുള്ളിഷ് ട്രെൻഡിനായി ഇൻഡെക്സ് 23,000-ന് മുകളിലായി സ്ഥിരത കൈവരിക്കണം. നിഫ്റ്റി വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 23,000 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഇത് കാണപ്പെടുന്നു. അതിനുശേഷം 23,500-ഉം 23,200-ഉം സ്ട്രൈക്കുകളാണ്. 23,000-ലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ഉണ്ടായത്. കൂടാതെ 23,200, 22,200 ലെവലുകളിൽ ശക്തമായ അഡീഷനുകൾ കാണുന്നു. ഇത് ഷോർട്ട് ടൈമിൽ മാർക്കറ്റ് ഈ ലെവലുകളിൽ നിന്ന് റെസിസ്റ്റൻസ് നേരിടുമെന്ന് സൂചിപ്പിക്കുന്നു. പുട്ട് ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 22,000 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാന സപ്പോർട്ട് ലെവലാണ്. അതിനുശേഷം 22,500, 22,300 സ്ട്രൈക്കുകളാണ്. 22,000-ലാണ് ശക്തമായ പുട്ട് റൈറ്റിംഗ് കാണുന്നത്. കൂടാതെ 22,300, 22,200 ലെവലുകളിലും അഡീഷനുകൾ ഉണ്ട്. ഇത് മാർക്കറ്റ് ഈ ലെവലുകൾക്ക് മുകളിലായി നിലനിൽക്കുമെന്ന പ്രതീക്ഷയാണ് ട്രേഡേഴ്സിനുള്ളത്. ബാങ്ക് നിഫ്റ്റി ഡാറ്റ പ്രകാരം 53,000 സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അത് പ്രധാന റെസിസ്റ്റൻസ് ലെവലാണ്. അതിനുശേഷം 52,000, 51,000 സ്ട്രൈക്കുകളാണ്. 53,000 ലെവലിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ഉണ്ടായത്. കൂടാതെ 50,500, 50,200 ലെവലുകളിലും അഡീഷനുകൾ കാണുന്നു. ഇത് അടുത്ത കാലത്ത് ഉയർന്ന ലെവലുകളിൽ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷൻ ഡാറ്റയിൽ 51,000 സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അത് പ്രധാന സപ്പോർട്ട് ലെവലായി കാണപ്പെടുന്നു. അതിനുശേഷം 52,000, 53,000 സ്ട്രൈക്കുകളാണ്. 50,200-ലാണ് ശക്തമായ പുട്ട് റൈറ്റിംഗും കൂടാതെ 50,500, 51,600 ലെവലുകളിലും അഡീഷനും കാണുന്നു. ഇത് ഷോർട്ട് ടൈമിൽ ഇൻഡെക്സ് ഈ സപ്പോർട്ട് ലെവലുകൾക്ക് മുകളിലായി നിലനിൽക്കുമെന്ന് സൂചിപ്പിക്കുന്നു. നിഫ്റ്റി പുട്ട് കോൾ റേഷ്യോ ഏപ്രിൽ 2-ന് 1.09 ആയി ഉയർന്നു. PCR 1-ന് മുകളിലാണെങ്കിൽ പുട്ട് റൈറ്റിംഗ് കൂടുതലാണെന്ന് അർത്ഥം. അതായത് മാർക്കറ്റിൽ ബുള്ളിഷ് സിഗ്നൽ ഉണ്ട്. സാധാരണയായി 0.7 മുതൽ 1 വരെയുള്ള റേഞ്ചിന് മുകളിലാണുള്ളതെങ്കിൽ അത് മാർക്കറ്റിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. 0.7-ന് താഴേക്ക് പോയാൽ ബെയറിഷ് ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ വിക്സ് 2.04% ഉയർന്ന് 25.52 ആയി. ഇത് മാർക്കറ്റിൽ അനിശ്ചിതത്വം കൂടുന്നതായി കാണിക്കുന്നു. വിക്സ് 25 റേഞ്ചിൽ തുടരുന്നിടത്തോളം ബുൾസിന് ആശങ്ക തുടരും. 20-ന് താഴേക്ക് വന്നാൽ മാത്രമേ മാർക്കറ്റ് സ്ഥിരതയുള്ള ബുള്ളിഷ് മൂഡിലേക്ക് പോവുകയുള്ളൂ. അടുത്ത ആഴ്ച മാർക്കറ്റ് കൂടുതൽ വോളട്ടൈൽ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഗ്ലോബൽ ഘടകങ്ങളാണ് പ്രധാനമായി സ്വാധീനിക്കുക. ഇത് മിഡിൽ ഈസ്റ്റ് ടെൻഷൻ, ക്രൂഡ് ഓയിൽ വില, രൂപയുടെ മൂവ്മെന്റ്, FIRs ആക്ടിവിറ്റി എന്നിവയാണ് ശ്രദ്ധയിൽ. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൂടുകയോ ഓയിൽ വില ഉയരുകയോ ചെയ്താൽ ഡൗൺ സൈഡ് റിസ്ക് വർദ്ധിക്കും. ഏപ്രിൽ 6 മുതൽ 8 വരെ നടക്കുന്ന RBI MPC മീറ്റിംഗ് മാർക്കറ്റിന് പ്രധാന ഇവന്റ് ആണ്. പലിശ നിരക്കും ഇൻഫ്ലേഷൻ ഔട്ട്ലുക്കും സംബന്ധിച്ച തീരുമാനങ്ങളിലേക്ക് ഇൻവെസ്റ്റർമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അമേരിക്ക-ഇറാൻ സംഘർഷം 6-ാം ആഴ്ചയിലേക്ക് കടക്കുകയാണ്. കൂടാതെ ഇത് കൂടുതൽ ശക്തമാകുന്ന സൂചനകളുമുണ്ട്. 2 US വിമാനങ്ങൾ തകർത്തതായി റിപ്പോർട്ടുണ്ട്. ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ കരാറിൽ എത്തുകയോ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയോ ചെയ്യാത്ത പക്ഷം ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന്. 48 മണിക്കൂർ ഡെഡ് ലൈനോടുകൂടി സ്ഥിതി കൂടുതൽ ഗുരുതരമാകാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡ് $180 വരെ എത്തി. സംഘർഷത്തിന് മുമ്പ് ഏകദേശം $72 ആയിരുന്ന വിലയിൽ ഇപ്പോ 50% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. US ഇറാൻ സംഘർഷം തുടരുന്നതിനാൽ ഇത് മാർക്കറ്റ് സെന്റിമെന്റിനെ ബാധിക്കുന്ന പ്രധാന ഘടകമായിരിക്കും. ഇന്ത്യൻ രൂപ ശക്തമായി തിരിച്ചുകയറി. RBI എടുത്ത നടപടികൾക്ക് പിന്നാലെ ഡോളറിനെതിരെ 152 പൈസ ഉയർന്ന 93.18-ൽ ക്ലോസ് ചെയ്തു. 94.62-ൽ തുറന്ന രൂപ 92.82 വരെ ഇൻട്രാഡേ ഹൈ തൊട്ടു. ഇതിനു മുമ്പ് രൂപ 95-ന് സമീപം റെക്കോർഡ് ലോയിലേക്ക് വീണിരുന്നു. മാർച്ചിൽ
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിൽപ്പന നടത്തി. ക്യാഷ് സെഗ്മെന്റിൽ മാത്രം 1.22 ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് അവർ വിറ്റത്. ഇത് റെക്കോർഡ് ഔട്ട്ഫ്ലോ ആയി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം FIS 9,931 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 7,208 കോടി രൂപയുടെ ബൈയിങ് നടത്തി. മാർക്കറ്റ് തുടർച്ചയായി 6ാം ആഴ്ചയും ഇടിഞ്ഞതോടെ നിക്ഷേപകരിൽ ജാഗ്രതയും ദുർബലതയും തുടരുന്നു. ഇതേസമയം രൂപ റെക്കോർഡ് ലോയിൽ നിന്ന് തിരിച്ചുയർന്നത് മാർക്കറ്റിന് കുറച്ച് ആശ്വാസം നൽകി. ഏപ്രിൽ 1 മുതൽ STT ഉയർന്നതോടെ ഡെറിവേറ്റീവ് ട്രേഡിംഗിൽ കൂടുതൽ ചിലവേറിയതായി മാറുന്നു. അനാവശ്യ ട്രേഡിങ്ങുകൾ ഒഴിവാക്കി ഉയർന്ന സാധ്യതയുള്ള ട്രേഡുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഓരോ ട്രാൻസാക്ഷനിലും STT ഈടാക്കുന്നതിനാൽ ചെറിയ പ്രീമിയം ട്രേഡുകൾ ഇനി ലാഭകരമല്ല. ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി കരാർ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചെങ്കിലും അത് പരാജയപ്പെട്ടാൽ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതുവരെ നടന്ന ചർച്ചകളിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഇറാനും തിരിച്ചടിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സെർബിയയിൽ ഹംഗറി അതിർത്തിക്ക് സമീപമുള്ള റഷ്യൻ ഗ്യാസ് പൈപ്പ് ലൈനിന് സമീപം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് വലിയ സുരക്ഷാ ആശങ്കകൾ ഉയർത്തി. പ്രസിഡന്റ് അലക്സാണ്ടർ ഇത് സ്ഥിരീകരിക്കുകയും ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബാനെ അറിയിക്കുകയും ചെയ്തു. അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചിട്ടുണ്ട്. വളരുന്ന ആവശ്യകത നിറവേറ്റാൻ സർക്കാർ LPG വിതരണം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ 6.6 ലക്ഷം സിലിണ്ടറുകളുടെ വിതരണം ചെയ്തതോടൊപ്പം 5 കിലോ സിലിണ്ടറുകളുടെ ലഭ്യതയും വർദ്ധിപ്പിച്ചു. ID കാണിച്ച് എളുപ്പത്തിൽ വാങ്ങാൻ സൗകര്യമൊരുക്കി. ഡൽഹി സർക്കാർ ഗോഡൌണുകളിൽ നിന്ന് നേരിട്ട് LPG സിലിണ്ടറുകൾ വിൽപ്പന നിരോധിച്ചു. നിയമലംഘനങ്ങൾക്ക് കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി. സപ്ലൈ അടുത്തായി നിരീക്ഷിക്കുന്നതായും ഹോം ഡെലിവറി സാധാരണ പോലെ തുടരുമെന്നും ഓയിൽ കമ്പനികൾക്ക് ഗോഡൌണുകളിൽ നിന്ന് നേരിട്ട് വിൽക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് മാർക്കറ്റിംഗ് തടയാൻ അധികാരികൾ റെയ്ഡുകളും നടത്തിവരുന്നു. സപ്ലൈ സ്ഥിരമാണെന്ന് ഉറപ്പും നൽകി. US ഇറാൻ സംഘർഷവും US സാമ്പത്തിക ഡാറ്റയും കാരണം ഗ്ലോബൽ കമ്മോഡിറ്റി മാർക്കറ്റുകൾ ഇപ്പോഴും വോളട്ടൈലാണ്. US-ൽ ശക്തമായ തൊഴിൽ വളർച്ച, 1.78 ലക്ഷം ജോലികൾ. US-ൽ ശക്തമായ തൊഴിൽ വളർച്ച സാമ്പത്തിക ശക്തി സൂചിപ്പിക്കുന്നു. അതോടെ അടുത്തിടെ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറയുന്നു. ശക്തമായ ഡോളറും ഉയർന്ന എനർജി വിലയും ഇൻഫ്ലേഷൻ ഉയർന്ന നിലയിൽ തുടരാൻ ഇടയാക്കും. ഗോൾഡ് ഇപ്പോഴും ഡൗൺ ട്രെൻഡിലാണ്. 1.54 ലക്ഷം റെസിസ്റ്റൻസും 1.45 ലക്ഷം സപ്പോർട്ടും കാണിക്കുന്നു. ഫെബ്രുവരി RBI പോളിസിക്ക് ശേഷം സ്ഥിതിഗതികൾ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. വെസ്റ്റ് ഏഷ്യ സംഘർഷം, ഇൻഫ്ലേഷൻ, സപ്ലൈ ചെയിൻ, ഓയിൽ വില, കറൻസി മാർക്കറ്റ് എന്നിവയെ ബാധിച്ചു. മുമ്പ് ഇൻഫ്ലേഷൻ സ്ഥിരതയിലാണെന്ന് കരുതിയിരുന്നെങ്കിലും ഇപ്പോൾ റിസ്കുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ അടുത്ത MPC മീറ്റിംഗിൽ RBI ജാഗ്രതയോടെ പലിശ നിരക്കുകൾ മാറ്റാതെ നിലനിർത്താൻ സാധ്യത കൂടുതലാണ്.